നമസ്കാരം. ദേവഗായിക എന്നാണ് ഭാവഗായകൻ പി ജയചന്ദ്രൻ പി സുശീലയെ വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിൽ ധ്വനി എന്ന ചിത്രത്തിന് സംഗീതമൊരുക്കാൻ നൗഷാദ് വന്നത് സുശീലാമ്മ പാടാനുണ്ടാകും എന്ന ഒറ്റ ഉറപ്പിന്മേലായിരുന്നു. ഗായികയുടെ കാര്യത്തിലുള്ള നൗഷാദിന്റെ ആ കടുംപിടുത്തം വെറുതെയായില്ല. ചിത്രത്തിലെ അനുരാഗ ലോല ഗാത്രി എന്ന പാട്ട് എത്ര കേട്ടാലും മലയാളിക്ക് മടുക്കില്ല. മലയാളത്തിൽ നിരവധി ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും പുതുതലമുറയെ പാട്ടിലാക്കാൻ ഈ പാട്ടുകാരി പിൽക്കാലത്ത് മലയാളത്തിന്റെ പിന്നണിയിൽ അത്രയ്ക്കങ്ങ് സജീവമായില്ല. ദക്ഷിണേന്ത്യയിൽ ഒരു കാലത്ത് ഏറ്റവും തിരക്കുള്ള ഗായികയായിരുന്നു പി സുശീല. 6 ഭാഷകളിലായി 10,000-ലധികം പാട്ടുകൾ പാടിയതിനുള്ള ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ സ്വരഭംഗി. എന്നാൽ പതിറ്റാണ്ടുകൾ നീണ്ട ഗായികയുടെ സംഗീത ജീവിതം കയറ്റിറക്കങ്ങൾ നിറഞ്ഞതായിരുന്നു. ഒരുപാട് വൈകാരിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ സുശീല ഒരിക്കൽ സംഗീത ജീവിതം അവസാനിപ്പിക്കാൻ പോലും തുനിഞ്ഞിട്ടുണ്ട്. 2 വയസ്സുള്ള മകന്റെ അകാല വിയോഗമാണ് ഗായികയെ തളർത്തിയത്. ആ ആഘാതത്തിൽ നിന്നും കരകയറാനാകാതെ വിങ്ങി വിതുമ്പിക്കഴിഞ്ഞ നാളുകളായിരുന്നു പിന്നീട്. വിധിയുടെ ക്രൂരത അംഗീകരിക്കാനാകാതെ സുശീലയുടെ അമ്മ മനസ്സ് സംഗീത ജീവിതം പാടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇനിയൊരിക്കലും സിനിമയിൽ പാടില്ല എന്നുറപ്പിച്ചപ്പോഴാണ് തിരിച്ചുവരവിന്റെ പാതയിലേക്ക് ക്ഷണിക്കാൻ ദേവരാജൻ മാസ്റ്ററും കുഞ്ചാക്കോയും കൂടി സുശീലയുടെ വീട്ടിലെത്തിയത്. സിനിമയിലേക്ക് മടങ്ങി വരണമെന്നും സുശീല പാടിയില്ലെങ്കിൽ തങ്ങൾ ഇനി സിനിമ എടുക്കില്ലെന്നും ഇരുവരും കട്ടായം പറഞ്ഞു. ദേവരാജൻ മാസ്റ്ററിന്റെയും കുഞ്ചാക്കോയുടെയും അതുവരെയുള്ള എല്ലാ സിനിമകളിലും പാടിയിരുന്നത് സുശീലയായിരുന്നു. ഇരുവരുടെയും സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് മുന്നിൽ വഴങ്ങിയ ഗായിക പിന്നെയും പിന്നണി ഗാനരംഗത്തെത്തി. നിർബന്ധപൂർവ്വം എത്തിയതാണെങ്കിലും ആ തീരുമാനം വളരെ മികച്ചതായി തോന്നിയെന്ന് പിൽക്കാലത്ത് സുശീല പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ഏറ്റവുമധികം ഹിറ്റായ കോംബോ ആയിരുന്നു ദേവരാജൻ പി സുശീല. താൻ ഹൃദയം കൊണ്ട് പാടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പി സുശീലയെ ഓർക്കും എന്ന് ദേവരാജൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ദേവരാജൻ ഈണങ്ങളിൽ സുശീലയുടെ ശബ്ദം പതിഞ്ഞപ്പോൾ പുറത്തു വന്നത് നിത്യഹരിത ഗാനങ്ങളായിരുന്നു. ആ പാട്ടുകളോളം തന്നെ പ്രശസ്തമായിരുന്നു അവർ തമ്മിലുള്ള ആത്മബന്ധവും വർഷങ്ങൾ നീണ്ട പിണക്കവുമെല്ലാം. തന്റെ സംഗീത ജീവിതത്തിന് ദേവരാജൻ മാസ്റ്റർ ഇല്ലാതെ പൂർണ്ണത ഉണ്ടാവില്ലെന്ന് സുശീല പറഞ്ഞിട്ടുണ്ട്. സുശീലയുടെ ഭാവദീപ്തമായ ആലാപനത്തെക്കുറിച്ച് ദേവരാജൻ മാസ്റ്ററും വാചാലനായിട്ടുണ്ട്. പരസ്പരം അറിഞ്ഞുള്ള ഈ കൂട്ടുകെട്ട് മലയാള സിനിമയ്ക്ക് നൽകിയത് ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് നല്ല പാട്ടുകളാണ്. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ എന്ന് അമ്മയുടെ സ്നേഹത്തോടെ സുശീല പാടിയപ്പോൾ കരുതലും വാത്സല്യവുമെല്ലാം അളവില്ലാതെ ആ നാവിൽ നിന്നും ഉതിർന്നു വീണു. അഭയദേവ് വരികളിൽ കുറിച്ച ആ പൈതൽ മാത്രമല്ല, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം ചേർന്നലിഞ്ഞ പാട്ട് കേട്ട് കേരളക്കരയിലെ എത്രയോ പൈതങ്ങൾ കുഞ്ഞുമിഴികൾ പൂട്ടി നിഷ്കളങ്കമായി അമ്മയുടെ മാറിൽ ചാഞ്ഞുറങ്ങി. 1960-ൽ സീത എന്ന ചിത്രത്തിലൂടെയാണ് പാട്ട് മലയാളികൾക്കരികിലെത്തിയത്. പി സുശീലയെക്കുറിച്ച് നടി ഷീല പങ്കുവച്ച രസകരമായ ഒരു ഓർമ്മ ഇങ്ങനെയാണ്. 1970-കളുടെ തുടക്കത്തിലോ മറ്റോ ആവണം. ചെന്നൈയിലെ ചലച്ചിത്ര പരിഷത്തിന്റെ ധനശേഖരണാർത്ഥം കുറച്ച് സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിക്കാനായി ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്കുള്ള തീവണ്ടി യാത്രയിലാണ് ഞങ്ങൾ. സുശീല, ജാനകി, ശാരദ, പിന്നെ ഞാനും. പല പല വിഷയങ്ങളെക്കുറിച്ച് രസിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ സമയം കളയാൻ വേണ്ടി ആരോ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. സിനിമയിൽ സാധാരണ നടിമാർ അഭിനയിക്കുകയും പാട്ടുകാർ പിന്നണി പാടുകയുമല്ലേ പതിവ്. നമുക്കത് മറിച്ചൊന്ന് പരീക്ഷിച്ചാലോ? ഷീലയും ശാരദയും പാടുന്നു, സുശീലയും ജാനകിയും നൃത്തം ചെയ്യുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? അപ്പോൾ സുശീല പറഞ്ഞു, അയ്യോ, അതിന് ഞാൻ നൃത്തം പഠിച്ചിട്ടില്ലല്ലോ. അതിനെന്താ, ഞാൻ പാട്ടും പഠിച്ചിട്ടില്ലല്ലോ എന്ന് ഷീല അതിന് മറുപടി കൊടുത്തു. ഞങ്ങൾ സഞ്ചരിച്ച കൂപ്പയിൽ പാട്ടിന്റെയും നൃത്തത്തിന്റെയും പൊടിപൂരമായിരുന്നു. പിന്നെ പാടാനറിയാത്ത ഞങ്ങൾ നടിമാർ വായിൽ വരുന്നതെല്ലാം പാട്ടാക്കി മാറ്റുന്നു. നൃത്തമറിയാത്ത ഗായികമാർ രണ്ടും കൽപ്പിച്ച് ചുവട് വയ്ക്കുന്നു. അടച്ചിട്ടിരുന്ന കൂപ്പെ ആയതുകൊണ്ട് ഞങ്ങളുടെ കോമാളിക്കളി പുറത്താരും കണ്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും ആവർത്തിക്കാനിടയില്ലാത്ത അനുഭവങ്ങളാണ് അതൊക്കെയെന്നും ഷീല പറഞ്ഞു.